നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊട്ടാരക്കര തന്നെയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കൊട്ടാരക്കരയിലെ 3 സ്ഥാനാർത്ഥികളും മികവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് കൊട്ടാരക്കരയിൽ നടക്കുന്നതും. കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദിനംപ്രതി കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നതും. വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് LDF പ്രചാരണം ശക്തമാക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ആയുധമാക്കിക്കൊണ്ട് UDFും രംഗത്തെത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം UDFന് വലിയ കരുത്തായി മാറിയിരിക്കുകയുമാണ്. CPMൽ നിന്നുള്ള അവരുടെ പുറത്തുപോക്കും തുടർന്ന് കോൺഗ്രസിലേക്കുള്ള അവരുടെ ചേക്കേറലും മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കായിരുന്നു വഴി തുറന്നതും. പഴയ വ്യക്തിപരമായ സ്വാധീനവും ജനങ്ങളുമായി നിലനിർത്തിയ അവരുടെ ബന്ധവും UDFന് ഗുണകരമാകുമെന്ന വിലയിരുത്തലാണ് നേതാക്കളും. അതിനോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന R രശ്മിയുടെ രംഗപ്രവേശം തെരഞ്ഞെടുപ്പിനെ കൂടുതൽ കൗതുകകരമാക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. യുവതലമുറയെയും സ്ത്രീ വോട്ടർമാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് BJP ശക്തമായ പ്രചാരണ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ശതമാനം ഉയർത്തുകയാണ് NDAയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യവും. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊപ്പം തന്നെ പ്രാദേശിക പ്രശ്നങ്ങളും റോഡ് വികസനവും കുടിവെള്ളം, തൊഴിലവസരങ്ങൾ, ആരോഗ്യമേഖലയുടെ പുരോഗതി എന്നിവയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്ര വിഷയങ്ങളായി മാറിയിട്ടുമുണ്ട്. ഓരോ മുന്നണിയും തങ്ങളുടെ വാഗ്ദാനങ്ങളിലൂടെ വോട്ടർമാരെ ആകർഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അന്തിമ വിധി ജനങ്ങളുടേത് മാത്രമായിരിക്കും. കൊട്ടാരക്കരയുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെപ്പറ്റി ആകെ പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ ഇത്തവണ 3 മുന്നണികളും ശക്തമായി ഏറ്റുമുട്ടുന്ന ത്രികോണ മത്സരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശ്രദ്ധയാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. ഫലം ഏത് മുന്നണിക്കായിരിക്കുമെന്നത് പ്രവചിക്കുവാൻ പ്രയാസമായിരിക്കെ അവസാന നിമിഷത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ വിലയിരുത്തുന്നത്.